വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ വഖഫ് ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ അനുകൂലിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി. കേരള കോൺഗ്രസിന്റെ നിലപാടും ഇത് തന്നെയെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. വഖഫ് നിയമത്തിലെ വകുപ്പുകളോട് യോജിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ ബിൽ അവതരണത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത്. നിയമ ഭേദഗതിയിൽ JPC വന്നത് നിർഭാഗ്യകരമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. മുനമ്പം സമരവേദിയിലായിരുന്നു ഫ്രാൻസിസ് ജോർജിന്റെ പ്രതികരണം. അപ്പോൾ ആ നിയമം വന്നു കഴിയുമ്പോൾ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് കൃത്യമായി നമ്മുടെ നിലപാട് പറഞ്ഞു. ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നാണ് അന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച അന്ന് തന്നെ ഇതൊരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയുണ്ടായി. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സമിതികൾക്ക് ഇങ്ങനെ ഒരു അധികാരം, ഇംഗ്ലീഷിൽ പറയും ഡ്രാക്കോണിയൻ ലോ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിർദ്ദയമായ നിയമത്തിനാണ് അങ്ങനെ വിശേഷണം പറയുന്നത്. ഇതങ്ങനെയുള്ള നിർദ്ദയമായ ഒരു വകുപ്പാണ് ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഞങ്ങൾ ഏകപക്ഷീയമായി ഇത് ഏറ്റെടുത്തു അല്ലെങ്കിൽ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇതാർക്കും ചോദ്യം ചെയ്യാൻ വയ്യ എന്നുള്ള ഒരു നിയമം ഇന്ത്യ പോലെ 75 വർഷമായി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അങ്ങനെയുള്ള നിയമം പാടില്ല. അത് മാറ്റണമെന്ന് തന്നെയാണ് നമ്മുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. അതിനകത്ത് ഒരു മാറ്റവും വരില്ല. പാർലമെന്റിൽ കൃത്യമായി ഈ കാര്യം പറഞ്ഞിരിക്കും. ഒരു മാറ്റവും അതിനകത്തുണ്ടാവില്ല. മറ്റൊന്ന് അപ്പീൽ പ്രൊവിഷൻ. നമുക്കിവിടെ നമ്മുടെ കോടതി സംവിധാനങ്ങൾ അറിയാം. നമുക്ക് സുപ്രീം കോടതി വരെ ഏത് കാര്യത്തിലും നമുക്ക് അപ്പീൽ പോകാനുള്ള അവകാശം നമുക്കുണ്ട്. ഇത് ട്രൈബ്യൂണൽ കൊണ്ട് ഇതിൻ്റെ ഈ പറയുന്ന അപ്പീൽ പോകാനുള്ള അവകാശം തീർന്നു എന്ന് പറയുന്ന ഏർപ്പാടുകൾ നമുക്ക് യോജിക്കാൻ കഴിയില്ല. എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും വ്യക്തമായ സുവ്യക്തമായിട്ടുള്ള നിലപാട് അതാണ്. ആ നിലപാട് ഞങ്ങൾ പാർലമെന്റിൽ ഈ നിയമം ചർച്ചയ്ക്ക് വരുമ്പോൾ വ്യക്തമാക്കിയിരിക്കും. അത് നമ്മൾ പിന്തുണച്ചിരിക്കുക. ആദ്യ സംശയ കാര്യത്തിലില്ല. മുസീനാസു ഉണ്ട് വിവരങ്ങൾ പങ്കുവെക്കാനായി. മുസീനാസു, ഇന്ത്യ സഖ്യത്തിലുള്ള ഒരു MP പരസ്യമായി പറയുകയാണ്, അതായത് ഇന്ത്യ സഖ്യം ഈ ബില്ലിനെ എതിർക്കുമ്പോൾ അതിലുള്ള ഒരു MP പറയുകയാണ് ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യുമെന്ന് പറയുകയാണ്. എന്താണ് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞതിന്റെ പൂർണ്ണ രൂപം? അജി, മുനമ്പം സമരത്തിന്റെ 100ാം ദിവസം അന്ന് നടന്ന രാപ്പകൽ സമരവേദിയിൽ വൈകിട്ട് നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം വന്നിരിക്കുന്നത്. അതായത് വഖഫ് നിയമം ഏകപക്ഷീയ നിയമമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. അതിൽ ഭേദഗതി വേണം എന്നതാണ് കേന്ദ്ര സർക്കാർ നിലപാട്. അതിനോട് താൻ യോജിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത്തരത്തിലൊരു ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ചർച്ചയ്ക്ക് വന്നാൽ മാത്രമാണ് അതിനനുകൂലിച്ച് തനിക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. തന്റെ നിലപാട് മാത്രമല്ലാതെ പാർട്ടിയുടെ കൂടി നിലപാട്, അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കൂടി നിലപാടാണ് ഈ ബില്ല് അനുകൂലിക്കുക എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രശ്നത്തിൽ അവസാന വാക്ക് വഖഫിലെ ട്രൈബ്യൂണൽ ആണ്. അതിനുശേഷം ട്രൈബ്യൂണൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു അപ്പീൽ പോകുക എന്നുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല. അതായത് വഖഫ് ട്രൈബ്യൂണലിനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു അവസ്ഥയാണ് ഉള്ളത്. അപ്പീൽ പോകാൻ കഴിയാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം മാറണം. പുതിയ നിയമ ഭേദഗതി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരത്തിൽ ട്രിബ്യൂണൽ നിയമത്തിന് അവസാന വാക്ക് പറഞ്ഞാലും പുതിയ അപ്പീൽ, അതായത് വീണ്ടും അപ്പീൽ പോകാനും ഹൈക്കോടതി അതുപോലെ തന്നെ സുപ്രീം കോടതി എന്നുള്ള രീതിയിൽ പോയി ഒരു വിഷയത്തിൽ നീതി ലഭിക്കുകയുള്ളൂ. പ്രധാനമായും അദ്ദേഹം എടുത്തു പറയുന്നത് മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മുനമ്പത്ത് വഖഫ് ഭൂമി അല്ല എന്ന മനസ്സിലായിട്ടും വീണ്ടും ഈ ട്രൈബ്യൂണലിന്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ അത് വഖഫ് ഭൂമിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഉൾപ്പെടെ ഈ നിയമത്തിൽ, അതായത് വഖഫ് നിയമത്തിൽ ഭേദഗതി വേണമെന്ന് മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം പറയുന്നുണ്ട്. അവർക്കും ഇത്തരത്തിൽ പല രീതിയിലുള്ള നിയമപ്രശ്നങ്ങളും ഭൂപ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവസാന വാക്കായി ട്രിബ്യൂണൽ മാറുന്നതിന് ശേഷം പിന്നീട് ഒരു അപ്പീല് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. എന്താണെങ്കിലും ജോയിന്റ് കമ്മിറ്റി റിപ്പോർട്ട് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ജോയിന്റ് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അടുത്ത പാർലമെന്റിന്റെ സമ്മേളന കാലത്തേക്ക് ബിൽ ചർച്ചയിൽ വരുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ബിൽ ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ തന്റെയും പാർട്ടിയുടെയും ഉറച്ച നിലപാട് പാർലമെന്റിൽ ഉണ്ടാകും. അത്തരത്തിൽ അതിനുവേണ്ടി ശബ്ദമായി നിൽക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം നിലപാട് എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, പാർലമെന്റിന്റെ തുടക്കകാലത്ത് കാര്യങ്ങൾ മനസ്സിലാകാതെ പലതും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിശദമായ ചർച്ച വരുമ്പോൾ തന്റെ ഈ നിലപാട്, അതായത് ബില്ലിനെ അനുകൂലിക്കുമെന്ന തന്റെ നിലപാട് അവിടെ സ്വീകരിക്കുമെന്ന് തന്നെയാണ്, വോട്ട് ചെയ്യുമെന്നത് തന്നെയാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അജി, ഒപ്പം തന്നെ മുഹ്സീന, ഇവിടെ ഈ പ്രസംഗത്തിലുടനീളം അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേന്ദ്ര സർക്കാർ ബിൽ അവതരണത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്ന് അദ്ദേഹം കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു രാഷ്ട്രീയമാണ് നമുക്ക് ഇതിനകത്ത് നോക്കിക്കാണാൻ കഴിയുക? പ്രത്യേകിച്ച് UDF-നൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസിന്റെ നിലപാട് ഇതാണ്. അതായത് കേന്ദ്ര സർക്കാർ ഈ ബിൽ അവതരണത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണോ, പോകരുത് എന്ന് തന്നെയാണോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അവിടെ? അതായത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് എത്രയും വേഗത്തിൽ ഈ ബില്ല് ചർച്ചയ്ക്ക് എടുക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് പല ഘട്ടങ്ങളിൽ ഈ ചർച്ച വൈകുന്നത് തന്നെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാകണം എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്താണെങ്കിലും ജോയിന്റ് കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ തന്നെ വരണം, അതിന് മറ്റൊരു സമ്മർദ്ദവും ഒന്നും ഉണ്ടാകരുത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അടുത്ത സമ്മേളന കാലത്തേക്ക് ബിൽ ചർച്ചയ്ക്ക് വരേണ്ട കാര്യമുണ്ട്, വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ നിലപാട് അറിയിക്കും. ഈ ബിൽ ചർച്ചയ്ക്ക് വരുന്നത് വൈകരുത് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ ട്രിബ്യൂണലിന്റെ എതിരായിട്ടാണ് പ്രധാനമായും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് മറ്റ് മതസ്ഥർ വഖഫ് ബോർഡിൽ വേണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തനിക്ക് നിലപാട് അനുകൂലിക്കാൻ സാധിക്കില്ല. അത്തരം കാര്യങ്ങളിൽ അതായത് മറ്റ് മതസ്ഥർ വഖഫ് ബോർഡിൽ ഉണ്ടാകണം എന്ന കാര്യങ്ങൾക്ക് തനിക്ക് അത്തരത്തിലൊരു അഭിപ്രായമില്ല. പക്ഷേ ഈ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വഖഫ് ട്രിബ്യൂണൽ അവസാന വാക്കാകുന്ന സാഹചര്യം ഒഴിവാകണമെന്ന് തന്നെയാണ് അദ്ദേഹം നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ വഖഫിൽ നിയമത്തിൽ ഭേദഗതി വേണമെന്നുള്ളത് തന്നെയാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ ആ ബില്ലിനെ അനുകൂലിച്ചാൽ മാത്രമാണ് ഇത്തരത്തിൽ വഖഫ് നിയമത്തിൽ ഭേദഗതി ഉണ്ടാവുകയും കാര്യങ്ങൾ കൂടുതൽ വൃത്തിയായി പോവുകയുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രസംഗത്തിലുടനീളം പറഞ്ഞു വെക്കുന്നത്. മുനമ്പം ഭൂമി വിഷയം ഇത്രയും സങ്കീർണമാവാനുള്ള പ്രധാനപ്പെട്ട കാരണം വഖഫിലെ നിയമ കുരുക്കുകളാണ്. അത്തരത്തിൽ അതിലൊരു തീർപ്പ് കൽപ്പിക്കുന്നത് വഖഫ് ട്രിബ്യൂണലിനാണ്. അതായത് ഇത്തരം സംവിധാനങ്ങൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വഖഫ് ട്രിബ്യൂണൽ അവസാന വാക്കായി മാറുന്നു. പിന്നീട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത്തരത്തിലെ ഭൂമി പ്രശ്നങ്ങൾ ഉൾപ്പെടെ വരുമ്പോൾ സാധാരണ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ മറ്റു കോടതികളൊന്നും തന്നെ പോകാൻ പറ്റാതെ നിൽക്കുന്നു എന്നുള്ളത്. അതായത് ട്രിബ്യൂണൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അപ്പീൽ പോകാൻ സാധിക്കുന്നില്ല. ഹൈക്കോടതി ആവട്ടെ സുപ്രീം കോടതി ആവട്ടെ അത്തരത്തിൽ സാധാരണ രീതിയിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ ഇതിൽ നടക്കുന്നില്ല. അതായത് ഏകപക്ഷീയമായ ഒരു നിയമമാണ് വഖഫ് നിയമങ്ങളിൽ ഉള്ളത്. അത് കേന്ദ്ര സർക്കാർ പറയുന്നത് പ്രകാരം അതിലൊരു ഭേദഗതി അനിവാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് ബിൽ ചർച്ചയ്ക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ അത് ചർച്ചയ്ക്ക് വരുമ്പോൾ ഉറപ്പായും താൻ തന്റെ നിലപാട് അവിടെ അറിയിക്കും. മാത്രമല്ല അത് നേരത്തെയുള്ള നിലപാടല്ല ഇപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു വാക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പാർലമെന്റിന്റെ തുടക്കകാലത്ത് കാര്യങ്ങൾ മനസ്സിലാകാതെയാണ് പലതും പറഞ്ഞിട്ടുള്ളത്. അതായത് അന്ന് ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി അതുപോലെ തന്നെ UDF-ന്റെ നിലപാടിനോട് അനുകൂലിച്ചത് അന്ന് കാര്യങ്ങൾ മനസ്സിലാവാതെയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ വിശദമായ ചർച്ച വരുമ്പോൾ തന്റെ ഇപ്പോഴത്തെ നിലപാട് അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാടും, അത് അറിയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാട് ഇത് തന്നെയാണോ എന്നാണോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? കാരണം UDF-നുള്ളിൽ തന്നെ ഒരൊറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. ആ നിലപാടിനെ തള്ളിയാണ് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്രാൻസിസ് ജോർജിന്റെ നിലപാടാണോ അതോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ആകെയുള്ള നിലപാടാണോ? ഈ കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹം വരുത്തിയിട്ടുണ്ടോ മുഹ്സീന? അതായത് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് തന്റെ നിലപാടാണ്. ഈ നിലപാടിനോട് താൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതായത് പാർലമെന്റിലെ ഓരോ ഇതുമായി ബന്ധപ്പെട്ട ബില്ല് അവതരണത്തിലൊക്കെ തന്നെ അനുകൂലമായ ചർച്ചയിൽ പങ്കെടുക്കും, അതുപോലെ തന്നെ വോട്ട് ചെയ്യുമെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായും അതിന് തൊട്ടു പുറകെ അദ്ദേഹം പറയുന്നത് തന്റെ മാത്രം നിലപാടല്ല, ഈ നിലപാട് തന്നെയാണ് തന്റെയും പാർട്ടിയുടെയും. പ്രധാനമായും പാർട്ടി ഈ വഖഫിലെ ചില ഭേദഗതികൾ വേണമെന്ന് തന്നെയാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. തുടക്കകാലത്ത് അതിലൊരു നിലപാട് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാട് മാറ്റം തന്നെയാണ് അദ്ദേഹം പൊതുവേദിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കും, അതിനനുസരിച്ച് വോട്ട് ചെയ്യും. അത് വേഗത്തിൽ തന്നെ ഈ വഖഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരണം, ട്രിബ്യൂണൽ അവസാന വാക്കാവുന്ന ഒരു സാഹചര്യം വരരുത്, അപ്പീൽ ഉൾപ്പെടെ ഹൈക്കോടതി സുപ്രീം കോടതി ആ രീതിയിൽ പോകണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ, അതായത് വഖഫ് ബോർഡിൽ ഇതര മത്സരം വേണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനോട് യോജിപ്പില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ദയവായി തുടരുക. ഇപ്പോൾ KR സാജു കൂടിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കാനായി. KR സാജു, ഈ UDF-ന്റെ നിലപാടിനെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് മുനമ്പത്തെ പ്രസംഗം നടത്തിയിരിക്കുന്നത്. UDF നിലപാട് പൂർണ്ണമായും തള്ളിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് വഖഫ് ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട്
പാർലമെന്റിൽ വോട്ട് ചെയ്യുമെന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ നിന്ന് എന്ത് രാഷ്ട്രീയമാണ് നമുക്ക് വായിച്ചെടുക്കുക? കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഈ മുനമ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ പിന്തുണയ്ക്കുമെന്നാണ് മുനമ്പത്ത് അദ്ദേഹം പറഞ്ഞു വെച്ചത്. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ തട്ടകത്തിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സംസാരമായി വേണം അതിനെ നമ്മൾ കണക്കാക്കാൻ. അതായത് UDFന്റെ നിലപാട് കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതിക്ക് എതിരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നിലപാട് UDF ഉയർത്തിപ്പിടിച്ചതുമാണ്. പക്ഷേ ഇവിടെ ഇന്നത്തെ ഫ്രാൻസിസ് ജോർജിന്റെ സംസാരം നമ്മൾ പൂർണ്ണമായും ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം വഖഫ് നിയമത്തെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ നിലപാട് എന്തായാലും UDFനില്ല. മുനമ്പത്തെ വിഷയത്തെ മറ്റൊരു തരത്തിലാണ് UDF സമീപിച്ചത്. അവിടെ താമസിച്ചു വരുന്ന സാധാരണക്കാർക്കായുള്ള അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കണം. അത് അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്, അതിനാൽ അവർക്ക് അതിന്മേൽ അവകാശമുണ്ട് എന്ന നിലപാട് സ്വീകരിക്കുകയാണ് UDF ചെയ്തത്. അല്ലാതെ നിലവിലുള്ള വഖഫ് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് UDF ഒരു തരത്തിലും മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ അതിനപ്പുറമുള്ള കാര്യങ്ങളാണ് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത്. അദ്ദേഹം ഒരുപക്ഷെ തന്റെ മുന്നിലുള്ള ആളുകളുടെ വികാരത്തിന് അനുസരിച്ചുള്ള പ്രസംഗം നടത്തിയതാവാം. പക്ഷെ അത് UDFന്റെ അദ്ദേഹത്തിന്റെ വാക്കുകൾ സംസ്ഥാനത്ത് UDF സ്വീകരിച്ചു വരുന്ന നിലപാടുകൾക്ക് ഘടകവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല. മാത്രമല്ല അത് UDFലെ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കാരണം നിലവിലുള്ള വഖഫ് നിയമം ദയയില്ലാത്തതാണ് എന്ന അർത്ഥം വരുന്ന വാചകങ്ങൾ വരെയും അദ്ദേഹം ഫ്രാൻസിസ് ജോർജ് ഈ പ്രസംഗത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊരു കാരണവശാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അംഗീകരിക്കാൻ UDFലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളിലൊന്നായ മുസ്ലിം ലീഗിന് കഴിയില്ല എന്നുള്ള വസ്തുത ബാക്കിയാണ്. കാരണം അങ്ങനെയുള്ള നിലവിലുള്ള വഖഫ് നിയമം ഒരു കാടൻ നിയമമാണ് എന്ന തരത്തിലുള്ള വാദങ്ങളെ അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നിലവിലുള്ള വഖഫ് ഭൂമികൾക്ക് മേലുള്ള പല തരത്തിലുള്ള കയ്യേറ്റങ്ങളെയും ന്യായീകരിച്ചു കൊടുക്കേണ്ടി വരും എന്നറിയാം. മുനമ്പത്തേത് മറ്റൊരു സാഹചര്യമാണെന്നും അവിടെ വില കൊടുത്തു വാങ്ങിയവരെ ഇറക്കി വിടരുതെന്ന നിലപാട് ലീഗ് അടക്കം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനർത്ഥം നിലവിൽ BJP സർക്കാർ കേന്ദ്രത്തിൽ കൊണ്ടുവരാൻ പോകുന്ന വഖഫ് നിയമ ഭേദഗതികളെ പൂർണ്ണമായും പിന്തുണയ്ക്കുക എന്ന സമീപനം മുസ്ലിം ലീഗിനോ കോൺഗ്രസോ അടക്കമുള്ള UDFലെ മറ്റ് ഘടകകക്ഷികൾക്കില്ല. അതൊന്നുമില്ലാത്തപ്പോഴാണ് ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ ഈ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും അത് UDFന്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണ്. UDF രാഷ്ട്രീയമായി മറുപടി പറയേണ്ട പ്രതിരോധപരമായ ഒരു ഘട്ടത്തിലേക്കാണ് എത്തുന്നത്. സ്വാഭാവികമായും ഫ്രാൻസിസ് ജോർജ് ഇന്ന് ചെയ്തിരിക്കുന്നത് അവിടെ ഇരിക്കുന്ന തന്റെ മുന്നിലിരിക്കുന്ന ആളുകളുടെ വികാരത്തിന് അനുസരിച്ച് സംസാരിക്കുക എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. UDFലെ ഒരു ഘടകകക്ഷിക്ക് BJP കൊണ്ടുവരുന്ന ഒരു നിയമത്തെ UDF പൂർണ്ണമായും എതിർക്കുന്ന ഒരു നിയമത്തെ അവർക്ക് മാത്രമായി പിന്താങ്ങാൻ കഴിയുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ജോസഫ് ഗ്രൂപ്പ് ഉത്തരം പറയേണ്ടി വരും. UDF നേതൃത്വവും ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉത്തരം പറയേണ്ട ഘട്ടത്തിലേക്ക് ആണ് പോകുന്നത്. മുനമ്പത്തിന്റെ കാര്യത്തിൽ ഇതുവരെയും UDF സ്വീകരിച്ച ഒരു സമീപനം ഇതായിരുന്നില്ല. അത് വഖഫ് നിയമം ആകെ റദ്ദാക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ അതിലെ വ്യവസ്ഥകളെ എടുത്തു മാറ്റണമോ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടായിരുന്നില്ല UDF പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് പറയുന്ന ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവായ ഫ്രാൻസിസ് ജോർജ് പറയുന്ന നിലപാട് അങ്ങനെയാണ്. അത് UDF ഇതുവരെ ഉന്നയിക്കാത്ത നയമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അജി.